ഹലോ എവരിവൺ. കഴിഞ്ഞ ദിവസം നമ്മൾ സെക്ഷൻ ഓഫ് റെറ്റിന അല്ലെങ്കിൽ റെറ്റിനയുടെ ഛേദത്തെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ എന്ന് പറയുന്നത് റെറ്റിനയിലാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ഈ റെറ്റിനയിൽ കാണപ്പെടുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്, അല്ലെങ്കിൽ 2 തരത്തിലാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് റോഡ് സെൽസ്, രണ്ടെന്ന് പറയുന്നത് കോൺ സെൽസ്. അപ്പൊ ഈ റോഡ് സെൽസും കോൺ സെൽസുമാണ് റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റോഡ് സെൽസിനെയും കോൺ സെൽസിനെയും കുറിച്ചാണ്. അപ്പൊ ഇവിടെ പറയുന്നത് റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ദ 2 ടൈപ്സ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ റെറ്റിന. ഇതിലെ റോഡ് സെൽസ് അല്ലെങ്കിൽ റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആണ്, അതായത് സിലിണ്ടർ ആകൃതിയിലുള്ള സെൽസ് ആണ് ഏതെന്ന് പറയുന്നത് റോഡ് സെൽസ്. ഇനി കോൺ സെൽസ് എന്ന് പറയുന്നത് കോൺ ഷേപ്ഡ് അല്ലെങ്കിൽ കോൺ ആകൃതിയിലുള്ളതാണ്. ഇനി റോഡ് സെൽസ് അല്ലെങ്കിൽ റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് ഡിം ലൈറ്റിലുള്ള വിഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് വിഷൻ ഇൻ ഡിം ലൈറ്റ്, അതായത് മങ്ങിയ പ്രകാശത്തിലുള്ള കാഴ്ച സാധ്യമാക്കുന്നത് ഏതാണ്? റോഡ് സെൽസ് അല്ലെങ്കിൽ റോഡ് കോശങ്ങളാണ്. ഇനി കോൺ സെൽസ് ഹെൽപ്പ് വിഷൻ ഇൻ ഇന്റൻസ് ലൈറ്റ്, അതായത് തീവ്ര പ്രകാശത്തിലുള്ള കാഴ്ച സാധ്യമാക്കുന്നത് കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങളാണ്. ഇനി റോഡ് സെൽസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ്. അപ്പൊ ഈ റോഡ് സെൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് മോർ ദാൻ 9 crores, അതായത് 9 കോടിയിലധികം റോഡ് കോശങ്ങൾ നമ്മളുടെ റെറ്റിനയിൽ കാണപ്പെടുന്നു. ഇനി കോൺ സെൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് കുറവായിരിക്കും, about 45 lakhs, അതായത് ഏകദേശം 45 ലക്ഷത്തോളം എണ്ണമാണ് എന്തുള്ളത്? കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങൾ. അപ്പൊ 9 crores ഉള്ളത് ഏതാണ്? റോഡ് സെൽസ് ആണ്. കോൺ സെൽസ് എന്ന് പറയുന്നത് 45 lakhs മാത്രമേ കാണുകയുള്ളൂ. ഇനി റോഡ് സെൽസിലുള്ള ഒരു പിഗ്മെന്റ്, അതായത് വിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണകമുണ്ട്. ആ വർണ്ണകത്തെ വിളിക്കുന്ന പേരാണ് റോഡോപ്സിൻ. അപ്പൊ റോഡ് സെല്ലിലുള്ള വിഷ്വൽ പിഗ്മെന്റ് അല്ലെങ്കിൽ കാഴ്ച വർണ്ണകം എന്ന് പറയുന്നത് ഏതാണ്? റോഡോപ്സിൻ ആണ്. ഇനി കോൺ സെൽസിലുള്ള വിഷ്വൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഫോട്ടോപ്സിൻ ആണ്. അപ്പൊ റോഡ് സെല്ലിലുള്ളത് റോഡോപ്സിൻ, കോൺ സെല്ലിലുള്ളത് ഫോട്ടോപ്സിൻ. ഈ റോഡോപ്സിനിലെയും ഫോട്ടോപ്സിനിലെയും കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ഓപ്സിൻ. ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും അതുപോലെ തന്നെ റെറ്റിനാലും കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? റോഡോപ്സിനും ഫോട്ടോപ്സിനും. അപ്പൊ റോഡോപ്സിനിലെയും ഫോട്ടോപ്സിനിലെയും കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും അതുപോലെ റെറ്റിനാലും. റെറ്റിനാൽ എന്ന് പറയുന്നത് വിറ്റമിൻ എയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ വിറ്റമിൻ എയിൽ നിന്നുണ്ടായിരിക്കുന്ന റെറ്റിനാലും അതുപോലെ തന്നെ ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും കൊണ്ടാണ് റോഡോപ്സിനും ഫോട്ടോപ്സിനും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ രണ്ടിനകത്തിലുമുള്ള റെറ്റിനാലിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ്? റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെൽസ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്, കോൺ സെൽസ് കോൺ ഷേപ്ഡ് ആണ്. റോഡ് സെൽസ് ഹെൽപ്പ് വിഷൻ ഇൻ ഡിം ലൈറ്റ്, കോൺ സെൽസ് ഹെൽപ്പ് വിഷൻ ഇൻ ഇന്റൻസ് ലൈറ്റ്. റോഡ് സെൽസിന്റെ എണ്ണം അല്ലെങ്കിൽ റോഡ് കോശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 കോടിയിലധികമാണ്. കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 45 lakhsോളമാണ്. ദെൻ റോഡ് സെൽസ് എന്ന് പറയുന്നതിലുള്ള പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണകം എന്ന് പറയുന്നത് റോഡോപ്സിൻ. കോൺ സെൽസിലുള്ള പിഗ്മെന്റ് ഫോട്ടോപ്സിൻ. റോഡോപ്സിനും ഫോട്ടോപ്സിനും നിർമ്മിച്ചിരിക്കുന്നത് ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ വിറ്റമിൻ എയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന റെറ്റിനാലും കൊണ്ടാണ്. ഇനി ഈ റെറ്റിനാൽ എന്ന് പറയുന്ന രണ്ടിലും ഉണ്ടെങ്കിലും രണ്ടിന്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇനി നോക്കിക്കേ, ഈ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്നുമാണ് ഇമ്പൾസസ് എവിടേക്ക് പോകുന്നത്? ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നത്. അതിനി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതായത് ഇമ്പൾസസ് ഒക്കെ ഫോം ചെയ്യുന്നത് നമ്മുടെ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്തതിന് ശേഷമാണ്. അപ്പൊ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്നുമാണ് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ എവിടേക്ക് എത്തുന്നത്? ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ഫോട്ടോ റിസപ്റ്റേഴ്സിനകത്തിൽ ഒരു പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതിനെ ഗ്ലൂട്ടാമേറ്റ് എന്നറിയപ്പെടുന്നു. അപ്പം ഫോട്ടോ റിസപ്റ്ററിലുള്ള പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലൂട്ടാമേറ്റ് ആണ്. അപ്പൊ ഈ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷനിലുള്ള വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ലൈറ്റും ഡാർക്ക്നെസ്സും ഒക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഡാർക്കും ലൈറ്റും ഒക്കെ എപ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിന്റെ പ്രൊഡക്ഷനിലുള്ള വേരിയേഷൻ നോക്കിയിട്ടാണ്? ഗ്ലൂട്ടാമേറ്റിന്റെ ഉൽപാദനത്തിലുള്ള വേരിയേഷൻ നോക്കിയിട്ടാണ്. എന്താണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോട്ടോ റിസപ്റ്ററിലുള്ള ഒരു പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൂട്ടാമേറ്റ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കുമ്പോഴും ലൈറ്റ് ആയിരിക്കുമ്പോഴും ഇതിന്റെ പ്രൊഡക്ഷനിൽ എന്തോ ഉണ്ടാകുന്നു? വേരിയേഷൻ
വേരിയേഷൻസ് ഉണ്ടാകും. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലൈറ്റും ഡാർക്ക്നെസ്സും ഒക്കെ തിരിച്ചറിയുന്നത്. ഡാർക്ക് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിൽ ഇരുട്ടില് ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഡാർക്ക് ആവുമ്പോഴാണ്. അപ്പൊ ഈ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ കൂടുതലാകുമ്പോൾ ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു. എന്തായിരുന്നു ഓഫ് ബൈപോളാർ സെൽസും ഓൺ ബൈപോളാർ സെൽസും? നമ്മുടെ ബൈപോളാർ സെൽ ലെയറിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഏതൊക്കെ? ഓഫ് ബൈപോളാർ സെൽസും അതുപോലെ തന്നെ ഓൺ ബൈപോളാർ സെൽസും. അപ്പൊ അതിനകത്തിലെ അതായത് ഡാർക്ക്നെസ് ഉള്ളപ്പോൾ ആക്ടിവേറ്റഡ് ആകുന്നത് ആരാണ്? ഓഫ് ബൈപോളാർ സെൽസ് ആണ് അല്ലെ. അപ്പം ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു, അതുപോലെ തന്നെ അതായത് പ്രവർത്തനക്ഷമമാകുന്നു. അതുപോലെ തന്നെ ഓൺ ബൈപോളാർ സെൽസ് ഇനാക്ടിവേറ്റഡ് ആകുന്നു, അവർ പ്രവർത്തനരഹിതമാകുന്നു. ഏത് സമയത്താണ്? ഡാർക്ക്നെസ് ഉള്ളപ്പോഴാണ് ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടന്നത്. ഗ്ലൂട്ടാമേറ്റ് ഉള്ളപ്പോൾ ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു, ഓൺ ബൈപോളാർ സെൽസ് ഇനാക്ടിവേറ്റഡും ആകുന്നു. ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഡാർക്ക്നെസ് ആണ് എന്നുള്ള ഒരു ഇമ്പൾസ്, അതായത് ലൈറ്റ് ഇല്ല, ഡാർക്ക്നെസ് ആണ് എന്നുള്ള ഒരു ഇമ്പൾസ് ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് ഒപ്റ്റിക് നെർവ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഇരുട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഡാർക്ക്നെസ് ആവുമ്പോൾ നമ്മളുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസ് പോകുന്നത്? ഡാർക്ക്നെസ് ആവുമ്പോൾ ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് മൂലം ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുകയും ഓൺ ബൈപോളാർ സെൽസ് ഇനാക്ടിവേറ്റഡ് ആകുകയും ചെയ്യുന്നു. ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മളുടെ ഫോട്ടോ റിസപ്റ്ററിൽ എന്ത് ഇമ്പൾസസ് ഫോം ചെയ്യുന്നു? ഡാർക്ക്നെസ് ആണ് എന്നുള്ള ഇമ്പൾസ്, അതായത് ലൈറ്റ് ആബ്സെന്റ് ആണ് എന്നുള്ള ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഈ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി എവിടേക്ക് എത്തുന്നു? ബ്രെയിനിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ നമ്മൾ ഡാർക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി ലൈറ്റ് ഉള്ളപ്പോൾ എന്തുമായിരിക്കും സംഭവിക്കുന്നത്? ഈ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അതായത് ലൈറ്റ് ഉള്ളപ്പോൾ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കില്ല, അതായത് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺ ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകും. അപ്പം ലൈറ്റ് ഉള്ളപ്പോൾ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ആക്ടിവേറ്റഡ് ആകുന്നത്? ഓൺ ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകും. അപ്പൊ ഓഫ് ബൈപോളാർ സെൽസോ ഇനാക്ടിവേറ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഓൺ ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു, അല്ലെങ്കിൽ ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രവർത്തനക്ഷമമാകും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഓൺ ബൈപോളാർ കോശങ്ങളാണ് ആക്ടിവേറ്റഡ് ആയത് അല്ലെങ്കിൽ ഉദ്ദീപിപ്പിക്കപ്പെട്ടത് അല്ലെ, പ്രവർത്തനക്ഷമമായത്. അപ്പൊ ഈ ഓൺ ബൈപോളാർ കോശങ്ങൾ ആക്ടിവേറ്റഡ് ആകുമ്പോൾ എന്തിന്റെ പ്രസൻസ് ആണ് സൂചിപ്പിക്കുന്നത്? ലൈറ്റിന്റെ പ്രസൻസ് ആണ് അല്ലെ. അപ്പൊ ലൈറ്റ് ഉള്ളപ്പോൾ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നില്ല. അതിന്റെ ഫലമായിട്ട് ഓൺ ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ലൈറ്റിന്റെ പ്രസൻസ് സൂചിപ്പിക്കുന്നു അല്ലെ. അപ്പൊ ലൈറ്റ് ഉണ്ട് എന്നുള്ള ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഈ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ നമ്മൾ ലൈറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ വെളിച്ചം തിരിച്ചറിയുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇരുട്ടാവുമ്പോൾ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു, ലൈറ്റ് ഉള്ളപ്പോൾ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇനി ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു. ഗ്ലൂട്ടാമേറ്റ് ഇല്ലാത്തപ്പോൾ ഓൺ ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു. ഇനി ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആയാൽ ലൈറ്റിന്റെ ആബ്സെൻസ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ലൈറ്റ് ആബ്സെന്റ് ആണ് എന്നുള്ള ഇമ്പൾസ് ഫോം ചെയ്യുകയും അത് ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിൽ എത്തിച്ചേരുകയും നമ്മൾ ഡാർക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഓൺ ബൈപോളാർ സെൽസ് ആണ് ആക്ടിവേറ്റഡ് ആകുന്നതെങ്കിൽ അത് ലൈറ്റിന്റെ പ്രസൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ലൈറ്റ് പ്രസന്റ് ആണ് എന്നുള്ള ഒരു ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഈ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തിച്ചേരുകയും നമ്മൾ ലൈറ്റ് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങൾ എന്ന് പറയുമ്പോൾ അവയ്ക്ക് കളർ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അല്ലേ. അതായത് കളർ വിഷൻ, വർണ്ണ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് ആരാണ്? കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങളാണ് അല്ലേ. അപ്പൊ ഈ കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? കളർ വിഷൻ അല്ലെങ്കിൽ വർണ്ണ കാഴ്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന 3 തരത്തിലുള്ള കോൺ സെൽസ് ആണ് നമ്മളുടെ റെറ്റിനയിലുള്ളത്. അതായത് എസ് കോൺസ്, എം കോൺസ് ആൻഡ് എൽ കോൺസ്. അപ്പൊ ഏതൊക്കെയാണ് 3 തരത്തിലുള്ള കോൺ സെൽസ്? എസ് കോൺസ്, എം കോൺസ് ആൻഡ് എൽ കോൺസ്. അപ്പൊ ഇതിലെ എസ് കോൺസ് എന്ന് പറയുന്നത് ഷോർട്ട് വേവ് ലെങ്ത്, അതായത് ഹ്രസ്വ തരംഗ ദൈർഘ്യത്തിലുള്ള പ്രകാശം, ബ്ലൂ ലൈറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നീലപ്രകാശം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഏത് കോൺസ് ആണ്? എസ് കോൺസ് ആണ്. അതായത് ഹ്രസ്വ തരംഗ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള ലൈറ്റായ ബ്ലൂ ലൈറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന കോൺസ് ആണ് ഏതെന്ന് പറയുന്നത് എസ് കോൺസ്.
ഇനി എം കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം വേവ് ലെങ്തിലുള്ള പ്രകാശം ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ മീഡിയം വേവ് ലെങ്തിലുള്ള ലൈറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ലൈറ്റ് ആണ്. അപ്പൊ ഈ ഗ്രീൻ ലൈറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന കോൺസ് ആണ് ഏതെന്ന് പറയുന്നത് എം കോൺസ്. ഇനി അടുത്തത് എൽ കോൺസ്. എൽ കോൺസ് എന്ന് പറയുന്നത് ലോങ് വേവ് ലെങ്തിലുള്ള ലൈറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ ലോങ് വേവ് ലെങ്തിലുള്ള ലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? റെഡ് ലൈറ്റ് ആണ്. അപ്പൊ ചുവന്ന വെളിച്ചം ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന, ചുവന്ന പ്രകാശം ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന കോൺസ് ആണ് ഏതെന്ന് പറയുന്നത് എൽ കോൺസ്. അപ്പൊ ഏതൊക്കെയാണ് കളർ വിഷന് ഹെൽപ്പ് ചെയ്യുന്ന 3 തരത്തിലുള്ള കോൺസെൽസ്? എസ് കോൺസ്, എം കോൺസ് ആൻഡ് എൽ കോൺസ്. എസ് കോൺസ് എന്ന് പറയുന്നത് ഷോർട്ട് വേവ് ലെങ്തിലുള്ള ബ്ലൂ ലൈറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. എം കോൺസ് എന്ന് പറയുന്നത് മീഡിയം വേവ് ലെങ്തിലുള്ള ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ പച്ച വെളിച്ചം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എൽ കോൺസ് എന്ന് പറയുന്നത് ലോങ് വേവ് ലെങ്തിലുള്ള റെഡ് ലൈറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഏത് വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആണോ നമ്മളുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കളറും ഐഡന്റിഫൈ ചെയ്യുന്നത്. 2 തരത്തിലുള്ള ലൈറ്റ് ഒക്കെ നമ്മളുടെ കണ്ണിലേക്ക് പതിക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു കളർ ആയിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ റെഡും ഗ്രീനും ലൈറ്റ് നമ്മളുടെ കണ്ണുകളിലേക്ക് പതിക്കുന്നു എങ്കിൽ നമ്മൾ യെല്ലോ ആയിരിക്കും തിരിച്ചറിയുന്നത്. അപ്പൊ യെല്ലോ കളർ നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഒന്നിച്ച് നമ്മളുടെ കണ്ണുകളിലേക്ക് പതിക്കുമ്പോഴാണ് നമ്മൾ യെല്ലോ കളർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ഒന്നിച്ച് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് കളർ ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഏത് ലൈറ്റ് ആണോ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ജന്മനാൽ തന്നെ ചില കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ചില നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല. അതിന് കാരണമെന്ന് പറയുന്നത് അവരുടെ ജീനിലുള്ള തകരാറാണ്. അതായത് റെഡ്, ഗ്രീന് തുടങ്ങിയവയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന കോൺസെൽസിൽ എന്തെങ്കിലും തകരാറ് വരുമ്പോൾ അവർക്ക്, ആ വ്യക്തികൾക്ക് ആ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന കോൺസെൽസിലുള്ള പിഗ്മെന്റ് നിർമ്മിക്കുന്ന ജീനിൽ എന്തെങ്കിലും തകരാറ് വരുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്? അതായത് ആ കോൺസെൽസിലുള്ള പിഗ്മെന്റ് ആണ് എന്തിനു സഹായിക്കുന്നത്? ഈ കളേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ ആ കോൺസെൽസിലുള്ള പിഗ്മെന്റ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ജീനുകൾ, ആ ജീനുകളിൽ എന്തെങ്കിലും തകരാറ് വരുമ്പോൾ അവർക്ക് ആ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ തകരാറിനെ വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത. ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആണ്, അതായത് ഒരു ജനിതക തകരാറാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ചികിത്സിച്ചൊന്നും ഭേദമാക്കാൻ കഴിയില്ല. റെഡ്, ഗ്രീന് തുടങ്ങിയ കളേഴ്സിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പിഗ്മെന്റ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ജീൻ എന്ന് പറയുന്നത് എക്സ് ക്രോമസോമിലാണുള്ളത്. അപ്പൊ ഈ എക്സ് ക്രോമസോമിലുള്ള ഈ ജീനിന് എന്തെങ്കിലും തകരാറ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് റെഡും ഗ്രീനും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി അതുപോലെ തന്നെ ബ്ലൂ കോൺസെൽസിലുള്ള പിഗ്മെന്റ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ജീൻ എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ 7 ഉള്ളത്. അപ്പൊ ഈ ജീനുകൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കോൺസെൽസിനകത്തിലുള്ള പിഗ്മെന്റ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ജീനുകൾ എന്ന് പറയുന്നത് ഇപ്പൊ റെഡ്, ഗ്രീന് തുടങ്ങിയ കോൺസെൽസിലുള്ള പിഗ്മെന്റ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ജീൻസ് എന്ന് പറയുന്നത് ഇരിക്കുന്ന എവിടെയാണ്? ക്രോമസോം Xലാണ്. അതുപോലെ തന്നെ ബ്ലൂ കോൺ പിഗ്മെന്റ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ജീൻ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോമസോം നമ്പർ 7 അപ്പം ഈ റെഡും ഗ്രീനും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന പിഗ്മെന്റ് നിർമ്മിക്കുന്ന ജീൻ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ക്രോമസോം Xലാണ് അല്ലെ. അപ്പൊ ഈ എക്സ് ക്രോമസോമിനെ അഫക്ട് ചെയ്യുന്ന ഡിസോർഡർ ആണ് ഏതെന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ്. ഇത് സാധാരണഗതിയിൽ മെയിലിൽ മാത്രമേ കാണാറുള്ളൂ. അതായത് പുരുഷന്മാരിലാണ് ഈ ഡിഫക്റ്റ് കാണപ്പെടുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു, ഈ ജെനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് അഫക്ട് ചെയ്യുന്നത് എക്സ് ക്രോമസോമിനെയാണ്. അതുകൊണ്ടാണ് ഇത് മെയിലിൽ മാത്രം കാണപ്പെടുന്നത്. അതായത് മെയിൽ എന്ന് പറയുന്നത് ക്രോമസോം എങ്ങനെയായിരുന്നു? മെയിൽ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ആയിരുന്നു അല്ലെ. അപ്പൊ ഇവരിലുള്ള എക്സ് ക്രോമസോം മൂലമായിരിക്കും ഇവർക്ക് ഈ തകരാറ് ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ ഫീമെയിലിന് ഇത് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഫീമെയിൽ എന്ന് പറയുന്നത് 2 എക്സ് ക്രോമസോം ആണുള്ളത്. അപ്പം ഒരു എക്സ് ക്രോമസോമില് ഈ രോഗത്തിന് കാരണമായ തകരാറുള്ള ജീൻ ഉണ്ടെങ്കിലും ആ ജീനിനെ മറ്റ് നല്ലൊരു ജീൻ എന്ത് ചെയ്യും? റെസസീവ് ചെയ്തു നോക്കും. അപ്പം ആ ജീൻ എന്ന് പറയുന്നത് ഇവരില്, അതായത് ഈ കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായ ജീൻ എന്ന് പറയുന്നത് ഫീമെയിലില് റെസസീവ് ആയിരിക്കും. ആ റെസസീവ് ആയിരിക്കുന്ന ജീൻ എന്ന് പറയുന്നത് അവര് എന്ത് ചെയ്യുന്നു? അടുത്ത ജനറേഷനിലുള്ള അവരുടെ ആൺമക്കൾക്ക് കൊടുക്കുന്നു. അപ്പൊ മെയിലായിരിക്കും ഈ ഡിസീസ് എന്ന് പറയുന്നത് ഡൊമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. സ്ത്രീകളിൽ ഇത് റെസസീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എക്സ് ക്രോമസോമിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് മെയിലിലാണ് ഇത് കാണപ്പെടുന്നത്.
ഇനി ഫീമെയിൽ കാണാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഫീമെയിലിൽ 2 എക്സ് ക്രോമസോം ഉണ്ട്. അതിലെ ഒരു എക്സ് ക്രോമസോമിലാണ് കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായ ജീൻ ഉള്ളതെങ്കിൽ അത് അവരിൽ റെസസീവ് ആയിരിക്കും. ആ റെസസീവ് ആയിട്ടുള്ള ജീനിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് കാണും, ഒരു നല്ലൊരു ജീൻ കാണും. അതായത് 2 എക്സ് ക്രോമസോം അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു ജീന് തകരാറുള്ളതാണെങ്കിലും ആ ഒരു ജീനിനെ മറയ്ക്കാൻ കഴിവുള്ള മറ്റൊരു ജീൻ കാണും. അതുകൊണ്ട് അവരില് ഫീമെയിലില് ഈ രോഗം സാധാരണമല്ല. പക്ഷെ ഈ ഫീമെയിൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കാരിയർ ആയിരിക്കും. അതിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ജീൻ മറഞ്ഞിരിപ്പുണ്ട് അല്ലേ. അപ്പൊ അടുത്ത ജനറേഷനിൽ ഉണ്ടാകുന്ന ആൺമക്കൾക്ക് ഇവര് ആ മറഞ്ഞിരിക്കുന്ന ജീനിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൺമക്കൾക്ക് എന്ത് രോഗം ഉണ്ടാകാം, കളർ ബ്ലൈൻഡ്നെസ്. അപ്പൊ ഈ രോഗം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഡിസീസ് ആണ്, ഒരു ജെനറ്റിക് ഡിസീസ് ആണ് അല്ലെ, ഒരു ജനിതക രോഗമാണ്. അപ്പൊ ജീനുകൾ നമുക്ക് ലഭിക്കുന്ന എവിടെ നിന്നുമാണ്, നമ്മുടെ പേരൻസിൽ നിന്നുമാണ്. അപ്പം ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ഫാദർ ഉള്ള, അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു ഫാദറിൽ നിന്നും അടുത്ത ജനറേഷനിലുള്ള ഫീമെയിലേക്ക് അല്ലെങ്കിൽ ഡോട്ടേഴ്സ് പെൺമക്കളിലേക്ക് പോകുമ്പോൾ ആ ജീൻ അവരിൽ എങ്ങനെയായിരിക്കും, റെസസീവ് ആയിരിക്കും. ദെൻ ആ റെസസീവ് ജീനുള്ള ഫീമെയിൽ എന്ന് പറയുന്നത് കാരിയേഴ്സ് ആണ്, അതായത് ഈ രോഗത്തിന്റെ വാഹകരാണ്. ആ കാരിയർ ആയിട്ടുള്ള ഫീമെയിലിൽ നിന്നും അടുത്ത ജനറേഷനിൽ ഉണ്ടാകുന്ന ആൺമക്കൾക്ക് ആ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ഫീമെയിലിൽ ഇത് റെസസീവ് ആണെങ്കിലും അടുത്ത ജനറേഷനിൽ ഉണ്ടാകുന്ന ആൺമക്കളിൽ അത് ഡോമിനന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മെയിലിന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഫീമെയിലിൽ ഈ ജീൻ റെസസീവ് ആയിരിക്കും. അപ്പം ഇതാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്തത. ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആണ്. പുരുഷന്മാരിലാണ് ഇത് കാണപ്പെടുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ തകരാറിനുള്ള ജീൻ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. ഫീമെയിൽ ഇത് കാണപ്പെടുന്നില്ല. ഫീമെയിൽ എന്ന് പറയുന്നത് ഇതിന്റെ കാരിയേഴ്സ് അല്ലെങ്കിൽ വാഹകരായിരിക്കും. അപ്പൊ ഇത്രയുമാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ഇമ്പൾസസിന്റെ ഫോർമേഷനെയും ഒക്കെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക്